നമ്മൾ ഈ ആത്മീയമായ വളർച്ചയിൽ നമ്മൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് കരച്ചില്ല, നമുക്ക് പഠിച്ചോണ്ട് കയറാൻ മനസ്സിലാവുന്നില്ല. റബ്ബി നമ്മളെ കൂടെ ഉണ്ട് കയറാൻ മനസ്സിലാവുന്നില്ല. ലാ തഹ്സൻ, ഹുസ്ന് വേണ്ട. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് സിദ്ദീഖ് പറഞ്ഞു, നോട് പറഞ്ഞു. ലാ തഹ്സൻ, ഹുസ്ന് വേണ്ട. അപ്പോൾ ഹുസ്ന് ഉണ്ട് അവിടെ ആർക്ക്? സിദ്ദീഖിന് ഹുസ്ന് ഇല്ലെങ്കിൽ പിന്നെ ലാ തഹ്സൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹുസ്ന് ഉണ്ട്. പിന്നെ ആ ഹുസ്നിനെ നീക്കിയിട്ട് അള്ളാഹിന്റെ മയ്യത്ത് കാണിച്ചു കൊടുത്തു മുത്തു മുഹമ്മദ് മുസ്തഫ. പിന്നെ വർത്താനല്ല. ഇതന്നെ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു ചെറിയ സ്പർശം പിശാചിന്റെ ഉണ്ടാകുമ്പോഴത്തിന് തിരിച്ചറിയും. വയലൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഗൾഫിൽ ചെന്നപ്പോൾ കള്ളുടിയന്മാരെ റൂമിലാണ് പെട്ടുപോയത്. ഒരാളെ പറ്റി പറയാം, ഞാൻ ഒരാളെ പറ്റി പറയാം, ഉപമയല്ല, ഇതൊരു സത്യം പറയാണ്. ഈ സംഭവം എനിക്കറിയാം. വയൽ പറഞ്ഞിരുന്നു. അതുപോലത്തെ എല്ലാ മതപരമായ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. പക്ഷെ ഗൾഫിൽ ചെന്നപ്പോൾ കള്ളുടിയന്മാർ റൂമിൽ പെട്ടുപോയി. പിന്നെ അവർ കള്ള് കാച്ചും ചെയ്യും, കള്ളു കുടിക്കുകയും ചെയ്യും. പിന്നെ ഈ വെള്ളുടിയനായി. എന്നല്ല കാച്ചി വെക്കും, അതിൻ്റെ വരുമാനമായി. എന്തിനും ഇവിടെ പണി എന്ത് ചെയ്തെന്നൊന്നും ചോദിക്കണ്ട. ശിഷ്യന്മാരെന്നെ എന്നോട് പറഞ്ഞു, നമ്മളെ ഉസ്താദ് ഇപ്പോൾ കള്ളച്ചന കൂട്ടത്തിൽ പെട്ടുപോയി എന്ന് എന്നോട് പറഞ്ഞത് ശിഷ്യൻ. എല്ലാവരും അങ്ങനെയൊന്നല്ല, റയർ കേസാണത്. ഇത് 10 ലക്ഷത്തിൽ ഒരാളുമായിരിക്കാം. പക്ഷെ എങ്ങനെ അങ്ങനെ സംഭവിച്ചു? എങ്ങനെയാണ് സംഭവിക്കണത്? നഫ്സ് നേരത്തെ തന്നെ നേരായ വഴിക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു ട്രെയിൻ യാത്രയിൽ ഞാൻ സി രവിചന്ദ്രനെ പരിചയപ്പെട്ടു. ഒരാൾ പറയാം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ ഞാൻ നിരീശ്വരവാദിയായി. ഒരു വ്യക്തി, ആ വ്യക്തി കേരളത്തിൽ പറഞ്ഞ വയലിന് കയ്യും കണക്കുകയില്ല. നിങ്ങൾക്കറിയാം അല്ലേ? എവിടെയെന്നൊന്ന് ചോദിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. അള്ളാഹു നമ്മുടെ മനസ്സാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഗുണം എന്താ? ആ വ്യക്തിക്ക് ഭൗതികത ഒരു പ്രശ്നം ഉണ്ടാവില്ല, ആഹ്റം പ്രശ്നം ഉണ്ടാവില്ല, ഒക്കെ സഹിലായിരിക്കും. അപ്പോൾ മനുഷ്യന് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അത് അവരുടെ നാച്ചുറൽ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവണമല്ലോ. രോഗം ഉണ്ടാവില്ലേ? രോഗം ഉണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവും. പക്ഷെ അവർക്ക് തഹമ്മുൽ ചെയ്യാൻ കഴിയാത്ത ഒന്നും ഉണ്ടാവില്ല, അവർക്ക് വഹിക്കാൻ കഴിയാത്തുണ്ടാവില്ല. അത് കേട്ട് നമുക്ക് പ്രയാസം ഉണ്ടാവും, പക്ഷെ അവർക്കത് പ്രയാസമില്ല. ഞാൻ ഇന്നലത്തെ ഒരു ക്ലാസ്സിലാണെന്ന് എൻ്റെ ഓർമ്മ. എന്നപ്പോൾ പറഞ്ഞു, ഇന്നലെ ഞാൻ സയ്യിദ് ഹുബൈബിനെ പറ്റി പറഞ്ഞു. ഇന്നലെയാണ്. അങ്ങനെ റിക്കറിയാത്തൊരു പ്രസംഗം. ഹുബൈബ് റളിയല്ലാഹു അൻഹു എന്നെ കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഹുബൈബിന് കുറച്ചും കൂടി കിട്ടിയാൽ സഹിക്കും, ഇനിയും സഹിക്കും, നമുക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ വിളിച്ചിട്ട് കോപ്പിൽ മരം വെട്ടിച്ച് കിടത്തുന്ന പണിയാണ്. അതിൽ പ്രധാനപ്പെട്ട തൊഴിലാളിയാണ് ഇയാൾ. ആഴ്ചയിലെ കൂപ്പിൽ നിന്ന് ഇറങ്ങി വരും, കാട്ടിൽ നടുവില്ല. അങ്ങനെ കരുളായിന്ന് കുറേ മുന്നോട്ട് പോകുമ്പോൾ മഞ്ചമൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടെ ആളന്മാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് അപ്പുറത്താണ് കൂപ്പ് പണി. മരമുറിയാണ്. മരമുറിക്ക് ഇയാൾ പോയി. ഇയാൾ കല്യാണം കഴിച്ചതിൻ്റെ നേരെ പിറ്റത്തെ ആഴ്ച ഒരാഴ്ച ജ്യേഷ്ഠൻ ലീവ് കൊടുത്തു. പിന്നെ ലീവൊക്കെ കഴിഞ്ഞ് പോയി മരമുറിയിൽ ഏർപ്പെട്ടു. പക്ഷെ മരമുറിയിൽ ഏർപ്പെട്ടിട്ടും മനസ്സ് അയാൾക്ക് വീട്ടിലാണ്. കാരണം ഭാര്യ പരിചയപ്പെട്ട ഒരു സന്തോഷമുള്ള സമയം. അപ്പോൾ ഇയാൾക്ക് ഉറക്കം വരില്ല. കിടന്നാൽ ഈ ഏറുമാടം പോലെ ഏറുമാടം കെട്ടിയിട്ട് എന്ത് ചെയ്യാന്നറിയോ? മരത്തിൻ്റെ മേലെ ഏറുമാടം കെട്ടി ഉറങ്ങും. എന്നിട്ട് നല്ല മനുഷ്യന്മാരൊക്കെ നിസ്കാരം കാര്യമൊക്കെ നല്ല ആൾ. അപ്പോൾ ഇയാൾ പറയാം, ഞാൻ ചില രാത്രികളിൽ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ ജ്യേഷ്ഠൻ പിന്നെ ഭക്ഷണം വെച്ചാൽ വേഗം കിടന്നോടി, നേരം മതി രാവിലെ എണീക്കേണ്ടതാണ്. കിടക്കും, എല്ലാവരും കിടക്കും. ഏറുമാടത്തിൻ്റെ ഓരോരുത്തർക്കും ഓരോ ഏറുമാടുണ്ട്. ഏറുമാടത്ത് കടന്ന് എല്ലാവരും പിന്നെ ഏകദേശം ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ ഏറുമാടത്ത് നടക്കും. എന്നിട്ട് ഞാൻ 5 കിലോമീറ്ററിലധികം കാട്ടിലൂടെ നടക്കും. എന്നിട്ട് പുഴ നീന്തും. എന്നിട്ട് നാട്ടിലേക്ക് വരും. നാട്ടിലേക്ക് വന്നിട്ട് ഭാര്യയുടെ ജനവാതിലിൻ്റെ അടുത്ത് മുട്ടും. ഭാര്യ വാതിലുറക്കും. ഞങ്ങൾ രണ്ടാളും കൂടെ കഴിയും. വെളുപ്പാൻ കാലത്ത് ഒരു 3 മണി നേരത്ത് ഞാൻ വീണ്ടും വേഗം വീട്ടിൽ നടക്കും. എന്നിട്ട് തിരിച്ച് നടക്കും, പുഴ നീന്തും, 5 കിലോമീറ്റർ കാടും കടന്ന് നേരെ സുബഹിൻ്റെ ബാങ്ക് കൊടുക്കും. മരത്തിന് ഏറുമാടത്ത് നടക്കും. സുബഹിൻ്റെ ബാങ്ക് കൊടുത്താൽ ഏട്ടൻ എണീച്ചിട്ട് വിളിക്കും. അപ്പോൾ ഞാനവിടെ ഉണ്ടാവും.
എന്താ ഇയാൾ ചെയ്ത്? അയാൾക്കതൊരു ത്യാഗമല്ല. അതിൻ്റെ ഇടയിൽ കാട്ടുമൃഗങ്ങൾ ഉണ്ടാവുന്ന അയാൾക്കപ്പോൾ ആലോചന അല്ല. എന്തുകൊണ്ട്? അതിന് മറികടക്കുന്ന ആഗ്രഹമുണ്ട്. മനസ്സിലായില്ല ഞങ്ങൾക്ക്? പ്രയാസരാഹിത്യം ഇതിൻ്റെ അടിസ്ഥാനം ആഗ്രഹമാണ്. ആഗ്രഹത്തിൽ പ്രയാസം ഒന്നാവില്ല. ആഗ്രഹം ഇല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ? അതങ്ങനെയാണത്. അതിൻ്റെ കാര്യം അങ്ങനെയാണ്. നിങ്ങളോട് രണ്ടാൾ വെട്ടേണ്ട ഒരു വിറക് വെട്ടി ക്ലിയറാക്കാൻ വേണ്ടി നിങ്ങളെ യജമാനൻ പറഞ്ഞു, വൈകുന്നേരം വരെ വിറക് കിട്ടിയാൽ 1500 റുപ്യ കിട്ടും. രണ്ടാമത്തെ ആൾ വന്നില്ല. അപ്പം മുതലാളി നിങ്ങളോട് ഒന്നാണ്ട് എന്ത് പറഞ്ഞു? ഇജ ബാക്കിയുള്ള ഇജ മൊത്തം ഇന്ന് വെട്ടിയിട്ട് പോയാൽ മതി, ഞാൻ എനിക്കൊരു 500 റുപ്യ ഏറെ തരാം, 2000 റുപ്യ തരാം. നിങ്ങൾക്ക് നടക്കൂല. എന്തുകൊണ്ട്? 500 റുപ്യ നിങ്ങൾക്ക് അത്ര ആഗ്രഹിക്കപ്പെടുന്ന സാധനം അല്ല. അതേ സമയത്ത് മുതലാളി പറഞ്ഞു, എന്ത്? ഞാൻ ഇന്നത് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചാണ് തീർത്താൽ 50,000 റുപ്യ കെട്ടണരാകും. എന്നാലോ നിങ്ങൾ തീർത്തിട്ടേ പോവുള്ളൂ. എന്തുകൊണ്ട്? മനസ്സിലാവില്ല. ആഗ്രഹിക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ പ്രയാസം ഒന്നാവില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ തിരിച്ചിങ്ങോട്ട് വരി. ആരടുത്തേക്ക്? ഭാര്യനെ വിട്ടാടി റസൂലുള്ളാഹിനെ കൊണ്ടുവെക്കുക. അള്ളാന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ ഇതിനൊന്നും യാതൊരു അർത്ഥമില്ല, പിന്നെ പ്രയാസമില്ല. ബുർദ എഴുതിയ ഇമാം ബുസൂരി തങ്ങൾക്ക് ഒരു രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവരെഴുതിയ വരിയുണ്ട് അവിടെ, വലംതു സുന്നത മൻ അഹ്യ ളലാമ ഇലാ അനിഷ്തഖത് ഖദമാഹു ളുർറ മിൻ വറ. വലംതു സുന്നത മൻ, ഒരാളോട് ഞാൻ അതിക്രമം ചെയ്തു പോയി. ഒരാളുടെ സുന്നത്തിനോട് അഹ്യ ളലാം, ആ ആൾ ഇരുട്ടുകളെ മുഴുവനും ഭേദിച്ച് രാത്രി ഹയാത്താക്കിയ ആളാണ്. അനിഷ്ടക്കത്തെ കഥമാഹു, ആ മനുഷ്യന്റെ കാലുകൾ നീര് കെട്ടി വീർത്തിട്ട് പോലും ആ മനുഷ്യൻ തഹജ്ജുദ് ഒഴിവാക്കിയില്ല. അങ്ങനത്തെ ഒരാളോട് ഞാൻ അതിക്രമം ചെയ്തു. അതായത് തഹജ്ജുദ് മുടങ്ങിയത് കവിക്ക് പ്രശ്നമല്ല, കവിക്ക് പ്രശ്നം നബിയുടെ സുന്നത്ത് ഒഴിവാക്കിയതാണ്. തഹജ്ജുദിന്റെ കൂലി അല്ല കവിയുടെ പ്രശ്നം. കവിയുടെ പ്രശ്നം നബി എത്ര ത്യാഗം സഹിച്ച് തഹജ്ജുദ് നിസ്കരിച്ചു, എനിക്ക് അത്രയൊന്നും ത്യാഗം സഹിക്കേണ്ടതില്ല, എന്നിട്ടും എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പൊ കവിയുടെ പ്രശ്നം എന്തല്ല, കൂലിയല്ല, പിന്നെ എന്താണ്? നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കവിയുടെ ക്യാൻവാസം മുഴുവൻ അവിടെ ആരാണ്? നബിയാണ്. ആ മനുഷ്യന്റെ രാജ്യത്ത് പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ കൂലിക്കിപ്പോ എന്താ? കൂലിപ്പണി, ഒരു കൂലിപ്പണിയാണ്. അപ്പൊ ഒരു ദിവസം നേരെ വെളുത്തിട്ട് എണീറ്റ് തോന്നി എന്ത് വെയ്യ. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു പോയിക്കോളി, മനസ്സിലാ വൈകുന്നേരം 1000 ഉൾപ്പെട്ടൂലേ വെയ്യ, എന്ത് അങ്ങനെ പറഞ്ഞൂടെ? അതേ സമയത്ത് മുതലാളിയോട് വലിയ ഇഷ്ടമാണ്, എന്നാ പണി നടന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് പ്രയാസാണ് എങ്കിൽ 1000 റുപ്യ അവിടെ വിഷയം തന്നെ ആവൂല. മനസ്സിലാണ്ട് പറഞ്ഞു പോയിരിക്കും. അത് ഈ 1000-ത്തുമേലല്ല പോണത്, എന്തുമേലാണ്? ഇഷ്ടത്തുമേലാണ്. നീ അന്നത്തെ പണി മുടങ്ങിയാൽ ഇയാൾ എന്താ വിചാരിക്കാം? മുതലാളിയുടെ ഇപ്പൊ നാളെ കാണുമ്പോ എന്താ പറയാ? 1000 വിഷയമല്ല. ഇതാണ് കവിക്ക്. അപ്പൊ നമ്മുടെ ഈ കൂലിപ്പണിക്കാരാവുമ്പോ നമുക്ക് വേണ്ടെന്നൊക്കെ, നമ്മൾ കൂലിപ്പണിക്കാരായതാണ് പ്രശ്നം. നമ്മളൊക്കെ കൂലിപ്പണിക്കാരാ. ഒരു ബാല്യക്കാരൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ കുട്ടിക്കാലത്ത് ഖുർആൻ ഓതിയാൽ ഒരു ഹർഫിന് 10 കൂലിയാന്ന് പറയുമ്പോൾ ഞങ്ങൾ ഖുർആൻ ഓതി പള്ളിയിൽ സുബഹിസ്കരിച്ച് കുറച്ച് നേരം ഞാനും ചങ്ങായിമാരും ഖുർആൻ ഓതും. എന്നിട്ട് ഞങ്ങൾ ഹർഫ് എണ്ണും. ഇന്നിപ്പോൾ എത്ര കൂലിയായി? മനസ്സിലായില്ല. ഒരു ഹർഫിന് മനസ്സിലായില്ല, ഞങ്ങൾ 2-3 പേജ് ഓതും. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഓരോരുത്തരും എന്ത് എണ്ണും? ഹർഫ് ഇങ്ങനെ എണ്ണും. എന്നിട്ട് അയിമ 10 കൊണ്ട് ഗുണിക്കും, സമം. മനസ്സിലായില്ല. ഒരു ഹർഫിന് എത്ര കൂലിയാ? 10 കൂലി. അപ്പൊ 100 ഹർഫിനാവുമ്പോ 1000 കൂലി. മനസ്സിലായില്ലേ? ഞങ്ങൾ ആ പള്ളിയിൽ തന്നെ ഇരുന്നിട്ട് ഓത്ത് നിർത്തി പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഹർഫ് എണ്ണും. എത്ര ഹർഫുണ്ട്? ഒരു ഹർഫിന് എത്ര കൂലിയുണ്ട്? 10 കൂലിയാണ്. ഇതാണ് പ്രശ്നം. അത് തന്നെയാണ് പ്രശ്നം. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. ബോധം ഇതൊന്നുമല്ല, ബോധം വേറെയാണ്. നമുക്ക് കൂലിയെ പറ്റിയാണ് ബോധം. അള്ളാഹുവിനെയും റസൂലിനെയും ബോധമില്ലാതാകുമ്പോൾ നമ്മളിൽ നിന്ന് അത്ഭുതങ്ങൾ സംഭവിക്കൂല. അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് അത്ഭുതമല്ലാതെ അയാളിൽ നിന്നൊന്നും സംഭവിക്കൂല.
എന്തിനാണ് ഒരു സ്ത്രീ നട്ടപ്പാതിരക്ക് പിന്നെ താഴെ കിടക്കണം ഉമ്മാനെ എല്ലാവരും വിളിക്കുന്നതാണ്, വിളിച്ചു എല്ലാവരും വന്നിട്ട് പൊരുത്തപ്പെടിക്കണമെന്ന് അതെന്തുകൊണ്ടാണ്? ഈ പെണ്ണിന് അത്ര വയസ്സൊന്നും ഇല്ലല്ലോ, പൊരുത്തപ്പെടിക്കണം, എല്ലാവരും ഒന്ന് പൊരുത്തപ്പെടിച്ചു. അതിൻ്റെ ആവശ്യം എന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദിന്റെ കൂടെ ഉണ്ടാവും. സമയമായി എന്ന് ആർക്കും അറിയില്ല. ഇവരെന്നെ ആലോചിക്കുകയാണ് പൊരുത്തപ്പെടിക്കേണ്ട ആവശ്യം എന്താ? ആശുപത്രിയിൽ പോകുക എന്നല്ലാതെ. 2 മിനിറ്റ് ആള് മരിച്ചു, മറ്റൊരു ആശുപത്രിയെ ചിന്തിക്കണേ, രോഗി ചിന്തിക്കണേ പൊരുത്തപ്പെടിക്കലാണ്. എന്തുകൊണ്ട്? രോഗിക്ക് അവിടെ ഉറപ്പായി എന്ത് ഇത് കഴിഞ്ഞു, ഇത് അവസാനിക്കാണ്. അവസാനിക്കാൻ ആലേക്ക് ഒരു ന്യായമില്ല. ആരോഗ്യത്തോടുകൂടെ ഭർത്താവിൻ്റെ കൂടെ ഉറങ്ങാൻ കിടന്നാണ്, ഭർത്താവ് തലേന്ന് വന്നതുമാണ്. ഇതിവിടെ ആരാണ് ഈ ബോധം കൊടുക്കുന്നത്? മഅയ്യത്ത്, അള്ളാഹുവിന്റെ മഅയ്യത്ത്. ഈ വ്യക്തിയുടെ കൂടെ ആരുണ്ടാവും? മനസ്സിലായില്ല. മഅയ്യത്താണ് വലിയ സംഭവം. മഅയ്യത്തുല്ലാഹ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഇതാരോട് പറഞ്ഞതാണ്? മുത്ത് റസൂൽ സിദ്ദീഖിനോട് പറഞ്ഞതാണ്. ലാ തഹ്സൻ, നീ വിഷമിക്കേണ്ട, ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ കൂടെ. അത് ആദ്യം നബി അനുഭവിച്ചു, പിന്നെ സിദ്ദീഖ് അനുഭവിച്ചു. പിന്നെ അവർക്കൊന്നും വിഷയാവില്ല, ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. ഇന്നല്ലാഹ മഅനാ, അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ട്. ഇത് നമുക്ക് അനുഭവിക്കണം. അള്ളാഹ് കൂടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്, അള്ളാഹു കൂടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഞാൻ ഒറ്റ ഉദാഹരണത്തിൽ നിന്ന് തിരിച്ചു വരാം. ഒറ്റ ഉദാഹരണം. ചെറിയ കുട്ടി ഉമ്മാൻ്റെ പകയില്ലാത്തിനായി നടക്കാൻ പോലും വയ്യാത്ത ചെറിയ കുട്ടി. ആ കുട്ടിയെ ഒരു സ്ഥലത്ത് ഉമ്മ ഇരുത്തി, ഉമ്മയും മോനും കൂടെ ഇരിക്കുന്നതിനിടയിൽ ഉമ്മാൻ്റെ പഴയ ചങ്ങാതിച്ചെ കണ്ടു. അപ്പോൾ ആ കസേരയെ തന്നെ ഒന്ന് പിടിച്ച് കൈമ പിടിച്ച് മോനെ അവിടെ നിർത്തിയിട്ട് ഉമ്മ ചങ്ങാഴ്ചയുടെ അടുത്തേക്ക് പോയി. അപ്പൊ കുട്ടിയുടെ കണ്ണെന്ന് പറഞ്ഞാൽ ചെറുതാണ്. സ്വാഭാവികമായും കുട്ടി ആരെ കാണൂല. ഒരു കസേര അപ്പുറത്തേക്ക് മറിഞ്ഞ പിന്നെ കുട്ടി ആരെ കാണൂല? ഉമ്മാനെ കാണൂല. അവിടെ കുട്ടി കാര്യം. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഉള്ള കാര്യം പറയും. എന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങൾ അന്തത്തിലിരിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ എന്താ നടക്കുന്നത്? ഇപ്പോൾ ഈ കസേരയെ പിടിച്ച് പറയണ മനസ്സിലാക്കണം. ഇത് ഇനി ഇതിനേക്കാളും അപ്പുറത്ത് ഉദാഹരണം എനിക്ക് പറയാനില്ല. ഈ കസേരയെ പിടിച്ച് കുട്ടി നിൽക്കുക, എന്നിട്ട് കുട്ടി കരച്ചിൽ കയറി. 2 കസേര അപ്പുറത്ത് ആരുണ്ട്? ഉമ്മണ്ട്. അല്ലെങ്കിൽ ഒരു കസേര അപ്പുറത്ത് ഉമ്മണ്ട്, അതിൻ്റെ ഇടയിൽ 1-2 പെണ്ണുങ്ങളുണ്ട്, ഉമ്മ തൊട്ടപ്പുറത്തുണ്ട്. അപ്പൊ അവിടെ എന്തുണ്ട്? പറയാ കുട്ടി മഅയ്യത്തുണ്ട്, കൂടെ. ആ വീട് വിട്ട് ഉമ്മ പോയിട്ടുണ്ടോ? ഇല്ല. ഉമ്മ അവിടെ 10 കസേര അപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ? ഇല്ല. അവിടുന്ന് ഏന്തിയാൽ വാരി പിടിക്കാനേ ഉള്ളൂ. അത്ര ദൂരത്താരുണ്ട്, അത്ര അടുത്തുമ്മണ്ട്. അപ്പൊ എന്തുണ്ട്? മയ്യത്തുണ്ട്. പക്ഷെ കുട്ടിയുടെ ചെറുപ്പം കൊണ്ട് കുട്ടിക്ക് അത് അനുഭവിക്കാനേ ഇല്ല. തന്നെ നമുക്ക് പറ്റിയത്. കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. നമ്മളെ ഈമാന്റെ ചെറുപ്പം കൊണ്ട് നമുക്ക് അള്ളാന്റെ മയ്യത്തിനെ അനുഭവിക്കാൻ കഴിയില്ല. അള്ള എവിടെ ഉണ്ട്? നമ്മളെ കൂടെ ഉണ്ട്. ഈ കുട്ടിനെ കരച്ചിൽ നമ്മളെ കരച്ചിൽ തന്നെ, അത്രയേ ഉള്ളൂ. അതേ അമ്മാന്റെ കുട്ടിക്ക് 10 വയസ്സായപ്പോൾ കസേരയിലിരുത്തി അപ്പുറത്ത് പോയി 10 കസേര 15 കസേര അപ്പുറത്ത് പോയാലും ഇപ്പം കാര്യമില്ലല്ലോ. എന്തുകൊണ്ട്? വലിയ നീളമുള്ള മനുഷ്യനാ, നോക്കി അമ്മാനെ കാണുന്നുണ്ട്. അവന്റെ കണ്ണിന്റെ പരിധിയിൽ ആരുണ്ട്? ഉമ്മണ്ട്. അവന്റെ കാലുമ്മ പിടിച്ച് ചെറിയ അനുജൻ നിൽക്കുന്നുണ്ട്, ഓൻ കരിയനുണ്ട്. അപ്പൊ കരിയനെ ഈ അനുജനെ പങ്കാളിയാക്കുന്നുണ്ട്. ഉമ്മ അവിടെ പരിസരത്തുണ്ടെന്നും ഇവനറിയും, ചെറിയ കുട്ടിക്കറിയില്ല. നമ്മൾ ഈ ആത്മീയമായ വളർച്ചയിൽ നമ്മൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് കരച്ചില്ല, നമുക്ക് പഠിച്ചോണ്ട് കയറാൻ മനസ്സിലാവണില്ല. റബ്ബി നമ്മളെ കൂടെ ഉണ്ടാകാൻ മനസ്സിലാവണില്ല. ലാ തഹ്സൻ, ഹുസ്ന് വേണ്ട. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് സിദ്ദീഖ് പറഞ്ഞു, നോട് പറഞ്ഞു. ലാ തഹ്സൻ, ഹുസ്ന് വേണ്ട. അപ്പോൾ ഹുസ്ന് ഉണ്ട് അവിടെ. ആർക്ക്? സിദ്ദീഖിന് ഹുസ്ന് ഇല്ലെങ്കിൽ പിന്നെ ലാ തഹ്സൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹുസ്ന് ഉണ്ട്. പിന്നെ ആ ഹുസ്നിനെ നീക്കിയിട്ട് അള്ളാന്റെ മയ്യത്ത് കാണിച്ചു കൊടുത്തു മുത്തു മുഹമ്മദ് മുസ്തഫ. പിന്നെ വർത്താനില്ല. ഇതന്നെ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതന്നെ ഇത് പഠിക്കേണ്ടത്. ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു, അള്ളാഹുവിനെയും റസൂലിനെയും ഉൾക്കൊള്ളുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ കയറുക. അത് നമ്മൾക്ക് കയറണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? അങ്ങനത്തെ ആളുകളെ നമ്മൾ കണ്ടെത്തണം.
ഇപ്പം എൻ്റെ കയ്യിൽ 5 ലക്ഷം ഉറുപ്പ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഉദാഹരണം പറയാം. സെന്റിന് 1 ലക്ഷം ഉറുപ്പ്യൊക്കെ അല്ലെങ്കിൽ 75,000 ഉറുപ്പ്യൊക്കെ സെന്റിനെടുത്താൽ പിറ്റേന്ന് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാൽ അത് 1.25 ലക്ഷത്തിനോ 1.5 മറിച്ച് വെക്കാൻ കഴിയുന്ന ഭൂമി നാട്ടിലിഷ്ടം പോലെ കിട്ടാനുമുണ്ട് എങ്കിൽ, എൻ്റെ കയ്യിൽ 5 ലക്ഷം ഉണ്ട് എങ്കിൽ, ഈ ഒരു ബ്രോക്കർ എന്താ പറയുക, ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനോട് പറയാണ് 5 ലക്ഷം കൊണ്ട് എൻ്റെ അടുത്ത് 5 ലക്ഷം ഉണ്ട്, ഞാൻ ഹജ്ജിന് പോകുകയാണ് എന്ന് പറഞ്ഞാൽ ഓനെന്താ പറയുക, ചക്കത്തിന് പാലിപ്പുണ്ടല്ലോ, അതൊക്കെ 10 ഉറുപ്പ്യാക്കണ പറ്റുന്ന സമയമല്ലേ, എനിക്കൊക്കെ വയസ്സ് ചെറുപ്പല്ലേ, ഇതൊക്കെ 10 പോകുക, 10 ഉറുപ്പ്യ ഉണ്ടാക്കും നോക്കി. മനസ്സിലാണോ? സത്യല്ലേ? അവന്റെ ഭാഷയിൽ ഇത് ചെയ്യുന്നത് വിട്ടിത്തരാ. കാരണം ആ 5 ലക്ഷം ഇപ്പൊ ഒരു റിയൽ എസ്റ്റേറ്റിലാണ്ട് ഇറക്കിയാൽ 2-3 മാസം കൊണ്ട് 15 ലക്ഷം ആക്കണപ്പൻ അറിയാം. ഓ എന്ത് പറഞ്ഞു? 5 ലക്ഷല്ലേ. ഇതിനോട് 2 ആഴ്ച മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞുമാമൂന്റെ ഭൂമി ഞാനല്ലേ മറിച്ച് വിറ്റ്, ചിത്ര വലിപ്പുണ്ടല്ലേ, ഇപ്പൊ അച്ഛന് പോകും, അച്ഛന് പോയിട്ട് 10 ഭൂമി എടുക്കാൻ ഓക്കെയായി കിട്ടുമ്പോൾ കിട്ടുള്ളൂ. ദുന്യാവിനോട് ആഗ്രഹമുള്ളവനോട് പറഞ്ഞാൽ എന്നെ പൊട്ടനാക്കും, എന്നെ കുതിരയാക്കും, എന്നെ കളിയാക്കും. ഒരു സായിദായ സൂഫിയോട് പറഞ്ഞാൽ അയാൾക്കറിയും എൻ്റെ കുട്ടിക്ക് എപ്പോഴെങ്കിലും ഇത് തോന്നിയാലോ. അങ്ങനെ തന്നെയല്ലേ അല്ലേ? അൽഹംദുലില്ലാ, എന്നെ പോലത്തെ വലിയക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ തീ മഴ പെയ്യൂല. അൽഹംദുലില്ലാ. എന്നെ ഇപ്പൊ നമ്മൾ ചില ആളുകൾ പറയും അത്രയൊന്നും നബിനെ പറ്റി പറയേണ്ടതില്ല, ഇതന്നെയാണ് ഇപ്പൊ മറ്റു പറഞ്ഞ വർത്തനാണത്. വേണം, അല്ലാതെ നബിനെ പറ്റി പാട്ടും പാടി അതിന്റെ ആവശ്യം. നമുക്കൊക്കെ എന്തൊക്കെ പണിയാ. നിസ്കരിക്കും, സുബൈ നിസ്കരിച്ചാൽ 100 വരെ പിന്നെ അവന് പണിയില്ല. ഇവൻ നുണ പറയണവനാണ്. എന്താ അവൻ്റെ നോണ? എനിക്ക് ഇല്ലാതെ വേറെ പണിയില്ല എന്ന് സുബൈന്റെ 1-ാം പക്കത്തിൽ 1-ാം റക്അത്തിൽ ഇതിലിപ്പോ കുനൂത്തല്ലല്ലോ, ഇതിലിപ്പോ സുന്നി മുജാഹിദ് വ്യത്യാസമല്ല. എല്ലാവരും പറയാണ് എന്ത് പറയണ എങ്ങനെ കെട്ടിനോടത്തല്ലേ ഇടോ വ്യത്യാസമുള്ളൂ. ചിലർ ഇവിടെ കെട്ടും, ചിലർ ഇവിടെ കെട്ടും. ഇവിടെ കെട്ടിയാലും വജ്ജത്തുണ്ടല്ലോ. അപ്പൊ വജ്ജത്തിൽ എന്താ പറയാ? വജ്ജത്ത് വജിയ ഇല്ലതി പറേ ഇന്ന സ്വലാത്തി നിസ്കിയോ മഹിയാ ഉമ്മാത്തി, എനിക്ക് ഇല്ലാതെ ജീവിതമല്ല പഠിച്ചോനെയാണ്. പിന്നെ സുബൈ കഴിഞ്ഞിട്ട് വേറെ തന്നെ പള്ളിയിൽ കണ്ടപ്പോൾ എനിക്കൊക്കെ നീ ദൂരന്നാ പോലെ ഇവനെന്താ ഇവിടെ പറഞ്ഞേ? എനിക്ക് ഇല്ലാത്തൊരു ജീവിതം ഓന്റെ വജ്ജത്തുന്നോണയാ തന്നെയാ. നബിന്റെ പേരിട്ട സ്വലാത്തിലെന്നല്ലേ ആളെ നിശ്ചയിച്ചിട്ടുള്ളൂ. ഇങ്ങനെ സ്വലാത്തും ചൊല്ലി നടക്കണം ഞാൻ പകൽ. ഇതന്നെ ഇതൊക്കെ ഒറ്റ സാധന. ആ 5 ലക്ഷം കയ്യിലുണ്ടാകുമ്പോൾ 5 വേണ്ടാന്ന് പറഞ്ഞാൽ ഓനും ഇവനൊക്കെ ഒറ്റ ഒന്നാ. ഇവർക്കൊക്കെ കടമകളാ. അടിമക്ക് കടമയല്ലാതെ ഒന്നുമില്ല. അടിമക്ക് സുന്നത്തില്ല, അടിമക്ക് ഫർളാണ്, ഒക്കെ ഫർളാണ്. കാരണം അള്ളാഹും റസൂലും തൊട്ടതിലെല്ലാം തൊടുക എന്നുള്ളതാണ് ഈമാൻ തന്നെ. അള്ളാഹു തആല ബോധം നമുക്ക് തരട്ടെ. അവിടെയൊക്കെ നമ്മൾ അടുത്തിക്കഴിഞ്ഞാൽ ആ അബ്ദാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട അബ്ദ്. ആ അബ്ദിന് നടക്കാത്ത കാര്യവും ഇല്ല. അങ്ങനത്തെ അടിമകൾ ഉണ്ടായപ്പോൾ ഒന്നും സംഭവിക്കുകയില്ല, ഒന്നും സംഭവിക്കൂല. അത്തരം അടിമകൾ ഉണ്ടായാൽ ഒന്നും സംഭവിക്കൂല, ലോകത്തിന് തന്നെ ഒന്നും സംഭവിക്കൂല. എൻ്റെ പ്രേമത്തിലുള്ള അടിമത്വം. റാം പറഞ്ഞാൽ പ്രേമത്തിന്റെ അടിമത്വത്തിനാണ് റാം എന്ന് പറയാം. അതായത് വിട്ടുപിരിയാൻ കഴിയാത്ത അടിമസ്നേഹം, ഒരു അടിമത്വത്തിന്റെ സ്നേഹം, അടിമത്വം. പെണ്ണുങ്ങൾ പറഞ്ഞ മുഴുവൻ കേട്ട് ഓളം സംസ്കരിക്കുമ്പോഴത്തിന് പേരേക്ക് പോണ ആളെ പറ്റി എന്താ നമ്മൾ പറയാ? ഓള അടിമയാണ്. മനസ്സിലായില്ലേ? ഇതൊരു അടിമത്താണ്. അടിമത്വം ഞാൻ ഒറാമി എന്റെ അടിമത്വം, പ്രേമം ഒരു അടിമത്തായി. പ്രേമം മൂത്ത് പിന്നെ ആരായി? അടിമയായി. പ്രേമിക്കപ്പെടുന്നവന്റെ അടിമയായി പ്രേമിക്കുന്നവൻ. റാമി എന്റെ അടിമ, പ്രേമത്തിലുള്ള അടിമത്തം. ഷൗഖ് എന്റെ പ്രേമവും എന്റെ ഇഷ്ടവും. നബിയോടുള്ള എന്റെ എല്ലാ ഇഷ്ടവും. യുനഷിത്തു എനിക്ക് വല്ലാത്ത ഊർജ്ജസ്വലത നൽകുകയാണ്. കലാമി എന്റെ പേനകൾക്ക് വലിയ ഊർജ്ജസ്വലത നൽകുകയാണ്. എന്ത്? എന്റെ അടിമത്ത പ്രേമം.
അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരക്കാൻ കഴിയുന്നത്. ഈ വരക്കണതെല്ലാം കവിതയാകുകയാണ്. എന്തുകൊണ്ട്? പ്രേമം. EMS-ആണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയെങ്കിലും കമ്മ്യൂണിസത്തെ കേരളത്തിൽ ജനകീയമാക്കിയത് വയലാറാണ്. വയലാറിൻ്റെ പാട്ടുകളാണ്. വയലാറിന് അത്ര ഇഷ്ടമാണ് എന്ത്? കമ്മ്യൂണിസം. അപ്പോൾ വയലാറിൻ്റെ പേനയിൽ നിന്ന് പാട്ടൊഴുകി. ആ പാട്ട് കേരളത്തിൽ കമ്മ്യൂണിസത്തെ ജനകീയമാക്കി. ഭയങ്കര കുറഞ്ഞ ആളുകളാണ് കേരളത്തിൽ കമ്മ്യൂണിസം ഉണ്ടാക്കിയത്. അതിലൊരു 3ഓ 4ഓ ഒക്കെ ആളുള്ള സ്ഥാനമേ ഒരു നിലക്ക് 4ഓ 10ഓ ഒക്കെ ഉള്ള സ്ഥാനം EMS-നെ പുറത്തു കൊടുക്കും. EMS താത്വികനാണ്, പക്ഷെ ജനകീയനല്ല. EMS-നെ ജനങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം വയലാറിനെ പോലത്തെ ആളുകൾ ഉണ്ടായതുകൊണ്ടാണ്. വയലാറിൻ്റെ പേനയിൽ നിന്ന് കമ്മ്യൂണിസത്തിനോടുള്ള പ്രേമം അങ്ങോട്ട് നിർഗളിച്ചു. അത് കേരളത്തെ ജനവീകരിച്ചു. തോപ്പിൽ ബാസിയെ പോലത്തെ തിരക്കഥാകൃത്തുകൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം ആരുടേതാ? തോപ്പിൽ ബാസിയുടേതാ. 1953 നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. അത് ജനകീയമായി. അതോടനുബന്ധിച്ച് പാട്ടുകൾ വന്നു. ആരുടെ? വയലാറിൻ്റെ. അപ്പോൾ കേരളീയ മനസ്സ് മുഴുവനും കമ്മ്യൂണിസ്റ്റായി. കേരളത്തിൽ ലീഗർ വരെ കമ്മ്യൂണിസ്റ്റുകാരാണ്. കേരളം ഒരു തരം ഇടത് ചായ്വിലാണ് ആലോചിക്കുക. അത് 50-ന് ശേഷം രൂപപ്പെട്ടതാണ്. കേരളം ഒരിക്കലും ഒരു വലതുപക്ഷ നാടല്ല, ഇടതുപക്ഷ നാട്. ഒരു ഇടതുപക്ഷ ചിന്തയാണ് പൊതുവെ. ലീഗിനും കോൺഗ്രസിനും വരെ കമ്മ്യൂണിസ്റ്റ് ചിന്തയാണ്. എന്തുകൊണ്ട്? നമ്മുടെ ജീനിൽ വരെ അത് അടങ്ങിപ്പോയി. അതിന് കാരണം എന്താ പറയുക? ഈ പാട്ട ഒരു നിലക്ക് വയലാറിൻ്റെ പാട്ടുകളാണ്. പാട്ട് ജനങ്ങളെ സ്വാധീനിക്കാന്ന് പരം വിധിച്ചുമ്മ വിട്ട് ചുങ്കിൽ നടക്കുന്ന ശുചാത്ത് നമുക്കുണ്ട് നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ 1960-കളിലാണ് ഈ പാട്ട് ഇറങ്ങിയിട്ടുണ്ടാവുക. ആ പാട്ട് കേരളത്തിലെ ജനങ്ങളെ നിസ്കരിപ്പിച്ച അത്ര ഒരു മൂല്യര വയറും കേരളത്തിൽ നിസ്കരിപ്പിച്ചിട്ടില്ല. അത് AV-യുടെ പാട്ടാണ്. ആ 2-3 മിനിറ്റാണ് ഈ പാട്ട്. ആ പാട്ട് മനുഷ്യനെ സ്വാധീനിച്ചു. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളൊക്കെ ഖബറായി. ഖബറിനെ പറ്റി വയറിൽ പറഞ്ഞാൽ അത് ചിലപ്പോൾ മറക്കും, പാട്ട് മറക്കൂല. ഇത് കാരണം ഈ പാട്ട് പുറത്തിറങ്ങിയ ശേഷം നിസ്കാരം തുടങ്ങി നിസ്കരിച്ച് മരിച്ച സ്വാധീനങ്ങളെ ഇഷ്ടംപോലെ എനിക്കറിയാം. എത്രയോ സ്വാധീനമാണ്. മനസ്സിലായാലും ഇവിടെ ഇത് കവിതയാണ്. ഈ കവിതയ്ക്ക് ഇത്ര ഉന്മേഷം കൊടുക്കാൻ കാരണം എന്താ? ഞാൻ അടിമയായി പുണ്യ റസൂലിൻ്റെ. അപ്പൊ പിന്നെ എൻ്റെ പേന എങ്ങനെ വെച്ചുകൊടുത്താൽ മതി? പേനയിൽ ഇങ്ങനെ സാഹിത്യം ഒഴുകും മുത്തുനബിയെ പറ്റി. എൻ്റെ അടിമത്ത പ്രേമം, എൻ്റെ ആഴമുള്ള പ്രേമവും നബിയോടുള്ള യുനശിത്തു അത് ഊർജ്ജസ്വലത നൽകുകയാണ്. കലാമി എൻ്റെ പേനകൾക്ക് എന്നിട്ട് ആ പേന ചലിക്കുകയാണ്. പുണ്യ റസൂലിനോടുള്ള പ്രേമ പാരവശ്യത്തിന്റെ കവിതകളിൽ ഞാൻ അങ്ങനെ വെച്ചുകൊടുത്താൽ മതി. എനിക്ക് എത്രയേ ഉള്ളൂ എന്നറിയാം. എനിക്കിതിങ്ങനെ വെക്കണ പണിയുള്ളൂ. അപ്പൊ പേന തുഫിരിത്തു, പേന അതിരുവിടും. പേന പിടിക്കാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ ഒരു കരണ്ട്, മനസ്സിലായില്ല, എൻ്റെ തടിയിൽ ഒരു കരണ്ട് പേനയിലേക്ക് പാസ് ചെയ്തു. പിന്നെ പേന ഇങ്ങനെ ഒഴുകുകയാണ്. ഞാനിത് അറിയണേയില്ല. പേന സ്വയം ചലിക്കുക. പുണ്യ റസൂലിന്റെ മദഹ് കീർത്തനങ്ങളിൽ ഒത്തുഫിരിത്തു, അത് അതിരുവിടുക. ഞാൻ അതിരുവിടുന്നത് ഞാൻ പോലും അറിയില്ല. നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ഇനി അതിരുവിടുക എന്ന് പറഞ്ഞത് അതൊരു ഭാഷയാണ്. അതിരുവിടലില്ല. കണക്കതിരുവിടോ? കണക്കിന് അതിരുണ്ടോ? ഫിസിക്സിന് അതിരുണ്ട്, കെമിസ്ട്രിക്ക് അതിരുണ്ട്, മാത്സിന് അതിരില്ല. 10,000 കാക്കത്തൊള്ളായിരത്തി 1 കോടി അറിഞ്ഞാലോ, പിന്നെ 2 കോടി അറിഞ്ഞാൽ മതി. ചിലതിന് എന്തില്ല, അതിരില്ല. ഇതിനതിരില്ല. ഇത് കവി പറയാണ് അതിരുവിടുന്നു. അതൊരു സാഹിത്യമാണ്. അതിരില്ലേന് അള്ളാഹിനോടുള്ള പ്രേമത്തിന് അതിരുണ്ടോ? കുട്ടിയുണ്ടോ? റസൂലിനോട് പ്രേമത്തിന് അതിര് എന്തതിരാണ് അതിനുള്ളത്? ഉമ്മാനോട് പ്രേമത്തിന് അതിരുണ്ട്, ബാപ്പാനോട് പ്രേമത്തിന് അതിരുണ്ട്.
കുലിങ്കനാഭാവുക്കും അവനാവുക്കും നിങ്ങളെ ബാപ്പിയും മക്കളൊക്കെ നിങ്ങൾക്ക് അള്ളാഹുവിനോട് റസൂലിനെ പ്രേമത്തിനേക്കാളും അതിന് വിട്ടുപോയാൽ ഫതറബ്ബസു നിങ്ങൾ അള്ളാഹിൻ്റെ ശിക്ഷയെ പ്രതീക്ഷിച്ചോളി. അപ്പോൾ ബാപ്പാനോടുള്ള പ്രേമത്തിന് അതിരുണ്ട്, മക്കളോടുള്ള പ്രേമത്തിന് അതിരുണ്ട്, ആരോടുള്ള പ്രേമത്തിന് അതിരില്ല. അള്ളാഹുവിനോട് റസൂലിൻ്റെ പ്രേമത്തിന് അതിരേയില്ല. അതേ സമയത്ത് നമ്മൾ അട്ടിമറിച്ചു. നമ്മൾക്ക് അള്ളാഹിനോട് റസൂലിനോട് പ്രേമത്തിന് അതിരുണ്ടായി, മക്കളോടുള്ള പ്രേമത്തിന് അതിരുണ്ടായില്ല. ആ കുട്ടികളൊക്കെ വടക്കായി. പുതിയ കുട്ടികളൊക്കെ വടക്കാൻ കാരണം എന്താ? അവരുടെ സത്യല്ലേ, അവരെ ബാപ്പമാർക്ക് അവരോടുള്ള വാത്സല്യത്തിന് അതിരില്ല. അതേ സമയത്ത് അള്ളാഹിനോട് റസൂലിനുള്ള പ്രേമത്തിനോ അതിരുണ്ട്, മറ്റിനും അതിരില്ല. അട്ടിമറിഞ്ഞു. അന്തലിതൽ അമത്തു റബ്ബതഹ, ലോകാവസാനമാകുമ്പോൾ അടിമ പെണ്ണുടമയെ പ്രസവിക്കും. ഈ ഹദീസിനെ ഹാഫിദ് ഇബ്നു അഗർത്തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് ഇൻഖിലാബുൽ ഉമൂരി, കാര്യങ്ങളൊക്കെ അട്ടിമറിയും. ഒരു കാലത്ത് ഇങ്ങോട്ടായത് ഒരു കാലത്ത് അങ്ങോട്ടാവും, ഒരു കാലത്ത് അതിരുള്ളതിന് ഒരു കാലത്ത് അതിരുണ്ടാവില്ല. പ്രേമത്തിന് അള്ളാഹു റസൂൽ അതിരായി, മറ്റിന് അതിരില്ല. തിരിച്ചു പിന്നെ അത് ഊർജ്ജസ്വലത നൽകുകയാണ് കലാമി എന്റെ പേനകൾക്ക്. ആ പേന ചലിച്ചുകൊണ്ടേയിരിക്കുന്നു ഫിൽ മദീഹി, പുണ്യ റസൂലിലുള്ള കീർത്തനങ്ങളിൽ. ഒത്തുഫിരിത്തു, അത് അതിരുവിടുകയും ചെയ്യുന്നു ജനങ്ങളെ കണ്ണിൽ. ഞാൻ അതിരുവിടുന്നില്ല, എനിക്കതിന് അതിരുവില്ല. وماذا علي إن جننت بحبه وقد صار من تحتي وليد وأشمط എന്ന് എനിക്കെന്ത് ഇൻജുനീത്തു എന്നെ ആക്ഷേപിക്കപ്പെട്ടാൽ ബിഹുബ്ബി നബിയുടെ പ്രേമം കാരണമായിട്ട് എന്നെ ആക്ഷേപിക്കപ്പെട്ടാൽ ഓന് പിരാന്ത. അങ്ങനെ ജനങ്ങളോട് പറഞ്ഞു എനിക്കെന്താ വമാദ അലയ്യ, എനിക്കെന്ത് ഇൻജുനീത്തു എന്നെ ഭ്രാന്തനാക്കപ്പെട്ടാൽ, എന്നെ രോഗിയാക്കപ്പെട്ടാൽ ഓന് പിരാന്ത. ഓനെന്തല്ല, ഓനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓൻ പാട്ടുമാടി ഇറങ്ങണം. മനസ്സിലായോ? എനിക്കെന്ത്, എന്റെ മേലെന്ത്, ഇൻജുനിന്തു എന്നെ ആക്ഷേപിക്കപ്പെട്ടാൽ, എന്നെ ഭ്രാന്തനാക്കപ്പെട്ടാൽ, ഒരു ഭ്രാന്താണ്, ഒരു രോഗാണ്, ഇങ്ങനെ ജനങ്ങൾ പറഞ്ഞാൽ എന്തുകൊണ്ട് ബിഹുബ്ബിഹി നബിയുടെ നോടുള്ള പ്രേമം കൊണ്ട് എന്നെ ആക്ഷേപിക്കപ്പെട്ടാൽ എനിക്കെന്ത്? എന്റെ പിറകെയുള്ള കാലത്തും വരും വലീദും, ചില ആൺകുട്ടികൾ, വാഷ്മത്തു, അവർ വലിയ പ്രേമികളും, വാഷ്മത്തു, അക്കാലത്തെ ജനങ്ങളുടെ കണ്ണിൽ അതിരുവിട്ട് നബിയെ പറയുന്നവരുമായിരിക്കും. അവസാനത്തെ ആളല്ല ഞാൻ, ഇനി ആൾ വരാമുണ്ട്. സുബ്ഹാനല്ലാഹ്. اللهم اجعلنا منهم 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 امين امين برحمتك يا ارحم الراحمين. കാനേഷ് പുന്നൂരിൻ്റെ ഒരു കവിത, ഒരു പാട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് മുന്തിരിവള്ളിയാനായിരുന്നെങ്കിൽ എനിക്ക് റസൂലുള്ളാഹിന്റെ പരിസരത്ത് നിൽക്കായിരുന്നല്ലോ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ഓർമ്മയില്ല, അത് ഞാൻ കുട്ടിക്കാലത്ത് ഓർമ്മ ഉണ്ടായി. മനസ്സിലായില്ലേ? കാനേശൻ പാട്ട് എഴുതണം പറഞ്ഞു. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു സ്റ്റുഡിയോയിൽ ഒരു ഷൂട്ടിങ്, ഒരു റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് കാനേഷ് ഓടുണ്ട്. എന്നോട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞത്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് ഒരു 11 മണിക്ക് ഇവർ നിർത്തി. അപ്പോൾ ഇവർക്കൊരു ഡൗട്ട്, ഇനിയിപ്പോൾ കാനേഷിനെ എന്താ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് വിചാരിച്ച്. എന്താ ഒരു പ്രശ്നം വെച്ചാൽ കാനേഷ് മുസ്ലിമാണെന്ന് ഇവർക്കറിയില്ല. മനസ്സിലായില്ല, പേര് മനസ്സിലാണ്ട് പറഞ്ഞത്. ഈ നമ്മളെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പാടിയൊരു പാട്ട് കാനേഷിൻ്റെ പാട്ടാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. അത് അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാത്തൊരു മനുഷ്യൻ്റെ കവിതയിൽ നിന്ന് അങ്ങനെ പേനയിൽ നിന്ന് അങ്ങനെ വരൂല. നമ്മൾ ആരെ അളക്കണ്ട. അല്ലാഹു അഅലം ആരൊക്കെ എന്തൊക്കെയാണ് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ എന്നതുപോലെ അതൊരു 10-15 കൊല്ലം മുമ്പ് ഒരു റെക്കോർഡിങ്ങിനിടയിൽ ചില ആളുകൾ റെക്കോർഡിങ് നടന്നതിൻ്റെ നേരെ പിറ്റേന്ന് എന്നോട് പറഞ്ഞതാണ്, ഞങ്ങൾ കാനേഷിനെ എവിടെ ഇരുത്താന്ന് ആലോചിക്കുമ്പോൾ കാനേഷാണ് ജുമയക്കൊണ്ടെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആലോചിക്കും തമ്മിൽ എവിടെ ഇപ്പോൾ മൂപ്പരിപ്പൊക്കെ ജുമായ ഞാൻ വീണ്ടും റെക്കോർഡിങ് ഉണ്ട് എന്താ ഇരുത്തുന്നത്. അപ്പോൾ ഇപ്പോൾ കാനേഷ് മുസ്ലിമാന്ന് ഇവർക്കറിയില്ല. ഈ മനുഷ്യനാണ് ഏറ്റവും മനോഹരമായ പാട്ട് എഴുതിയത് മുസ്തഫ നബിയെ പറ്റി. പുണ്യ റസൂൽ. അത് മതിയാവും മനുഷ്യന്മാരുടെ കാര്യത്തിൽ. അള്ളാഹുവിൻ്റെ ഹബീബിനെ ഒരാൾ പ്രശംസിച്ചാൽ അയാൾക്കത് മതിയാവും. കാരണം അയാൾ തൊടേണ്ടതിൽ തൊട്ടിട്ടുണ്ട്. ജീവിതത്തിൽ തൊടേണ്ടതിൽ തൊടുക എന്നുള്ളതാണ്
തൊടേണ്ടടത്ത് തൊടുക എന്നതാണ് സത്യത്തിൽ. അതാണ് മൃദംഗവും വീണയും. മൃദംഗം വീണം എന്ന് പറഞ്ഞാൽ അതിന് എന്തുണ്ടാവും? അതിന് ചില കമ്പികളുണ്ടാവും. തൊടേണ്ടടുത്ത് തൊടണം, തൊടുന്നവർ തൊടണം, തൊടേണ്ട വിധത്തിൽ തൊടണം. അപ്പോൾ അതിൽ നിന്ന് അനർഘമായ സംഗീതം ഉണ്ടാവും. തൊടേണ്ടടുത്ത് തൊടണം, തൊടേണ്ടവർ തൊടണം, അറിയണോൻ തൊടണം. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സത്യത്തിൽ അള്ളാഹുവിലേക്കുള്ള വീണക്കമ്പി. അതിൽ തൊട്ടവരെല്ലാം അള്ളാഹുവിൻ്റെ സംഗീതം ഒരുപാട് ഉറപ്പ്. പിന്നെ കനീഷ് നിങ്ങൾ അടുത്താണല്ലോ, പൂനൂരല്ലേ? കുഞ്ഞിബ്രാഹിമില്ലേ മോനാണ്. അതിൽ പിന്നീട് അവരെ വീട്ടിലെ കിതാബ് എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കനീഷ്. അത് നല്ല മനുഷ്യന്മാരാണ്. കനീഷ് മനുഷ്യരില്ലല്ലോ, അവർക്കൊക്കെ ദീർഘായുസ്സൊക്കെ കൊടുക്കട്ടെ. വിവിധ മേഖലകളിലൊക്കെ മനുഷ്യന്മാർ ജീവിച്ചോട്ടെ. ഞങ്ങളതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. എല്ലാം കൂടി കൂടിയതല്ലേ ലോകം, എല്ലാം കൂടിയതാണല്ലേ ലോകം. നമ്മൾ ആരെയും നിസ്സാരായി കാണണ്ട. എല്ലാം കൂടി കൂടുന്നതാണ് ലോകം. എല്ലാം ഓരോ തസ്തികയിലുണ്ടാകണം, അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ലോകം എന്നാൽ ഒരുപാട് ആളുകൾ കൂടുന്ന ഒരു കമ്പനിയാണ്. അതിൽ ഗേറ്റ് കീപ്പർ മുതൽ അവിടെ വരുന്ന വിസിറ്റേഴ്സിന് ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പെണ്ണുണ്ടാവും. അതടക്കം ആ കമ്പനിയുടെ അനിവാര്യതയാണ്. ഇതന്നെ ലോകം. ഒന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ മറ്റു പ്രവർത്തിക്കില്ല. ആ വിസിറ്റേഴ്സിന് ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ചായ കിട്ടുന്ന മാന്യതയാണ് വീണ്ടും കസ്റ്റമറെ കൊണ്ടുവരുന്നത്. അപ്പൊ ആ ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പെണ്ണുണ്ട്, നിങ്ങൾ സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതോടൊന്ന് പ്രൊഡക്റ്റ് പുറത്തുകൊണ്ട് അതിന് കസ്റ്റമർ വരുന്നുണ്ട്. ഈ കസ്റ്റമർക്ക് അവിടുത്തെ ഒരു ഔപചാരികത വലിയ ഇഷ്ടമാണ്, ഒരു മാന്യത. അവിടെ ആര് വന്നാലും സാധനം എടുത്തില്ലെങ്കിൽ ചായ ഇട്ടു. അപ്പൊ ആ കമ്പനിയുടെ പ്രൊഡക്ഷൻ വിൽപ്പനക്ക് ഒരു കാര്യമാണ് ഈ പെണ്ണ് ചെയ്യുന്നത്. എന്നാ ആ പെണ്ണിനെ പറ്റി എല്ലാവരും എന്താ വിചാരിക്കുന്നത്? ഓക്കെന്റെ പണി, ഓളുണ്ടായതുകൊണ്ടാണ് സാധനം വിറ്റുപോണത്. എല്ലാവർക്കും പണിയുണ്ട്. കവിക്കും സാഹിത്യകാരനും ചിന്തകനും പ്രഭാഷകനും എല്ലാവർക്കും പണിയുണ്ട്. ഒക്കെ അള്ളാഹുവിൻ്റെ റസൂലാകുന്ന ആ മനോഹരമായ ആ തമ്പുരുവിൻ്റെ കമ്പിയിൽ തൊട്ടതുപോലെ തൊടണം. ആരും തൊടണം. ആ തൊട്ടാൽ അതിന് അള്ളാഹുവിൻ്റെ സംഗീതം, അവരൊക്കെ അവരിൽ നിന്ന് അള്ളാഹുവിൻ്റെ സംഗീതം വരും. ആ തൊടാത്ത കാലത്തോളം വരൂല. എനിക്കെന്ത് എന്നെ ഭ്രാന്തനാക്കപ്പെട്ടാൽ നബിയുടെ ബിഹുബോണ്ട് ജനങ്ങൾ പറഞ്ഞു ഭ്രാന്തന, ഒരു യോഗ്യാണ്, ഒരു അന്തല്ല എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞാൽ എനിക്കെന്ത്? ഇത് അവസാനത്തെ ആളുമല്ല ഞാൻ. വഖദ് സാറ മിൻ തഹ്തി, എനിക്ക് പിറകെ വരുന്നുണ്ട് വലീദും ചില ആൺകുട്ടികൾ. വഅശ്മതു, അവരെന്നെക്കാൾ അതിര് വിട്ട് ചെല്ലും. അന്നത്തെ കാലത്തെ ജനങ്ങളുടെ കണ്ണിൽ അതിരുവിട്ട പാട്ടുകാർക്ക് അവരതിര് വിട്ടിട്ടുണ്ടാവില്ല. ആ കാലത്തെ ജനങ്ങളുടെ സ്റ്റാൻഡ് അനുസരിച്ചാണ് അതിര് വിട്ടൽ. മനസ്സിലാണ്ട് പറഞ്ഞ അതിര് വിട്ട് എന്റെ അതിരിന് എന്താണ്? ഞാനും രണ്ടാളും കൂടി ഭാര്യക്ക് സാരി എടുക്കാൻ വേണ്ടി അങ്ങാടി പോയി. 1500 സാരി എടുത്തു. മനസ്സിലായില്ലേ? ഞാൻ 14,000 സാരി എടുത്തു എന്നൊക്കെ. രണ്ടാളും സമ്പത്ത് ഒരേ നിലപാടിൽ വരുമാനമാണെങ്കിൽ പോലും ഈ രണ്ടാൾക്കും 2 തരം ചിന്തകൾ ഉണ്ടാവും. എന്താ ചിന്ത? ഒരാൾക്ക് ഭയങ്കര ഇഷ്ടാ ഭാര്യയോട്, അപ്പോൾ അയാൾക്ക് 10,000 ചെറുതായി തോന്നും. മറ്റൊന്ന് 1500 സാരി എടുത്തെങ്കിൽ എന്താ വിചാരിക്കും? അപ്പുറത്തൊരു ചങ്ങായി 850 എടുക്കണം, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. 650 രൂപ വെറുതെ പോയി. പെണ്ണ് സാരി പെണ്ണ കൊടുത്താലും പെണ്ണുങ്ങൾ ചോദിക്കും എന്തെങ്കിലും കൊച്ച് ഒന്നുമില്ല. 650 ആലോചിച്ച എന്തേ മറ്റേ 850 സാരി എടുക്കണപ്പോ കണ്ടിട്ടുണ്ട്. അത് മതിയായിരുന്നു. 150 വെറുതെ അതാണ്. ഒരു മകൾ എന്നോട് കഴിഞ്ഞ ഒരു 8 മാസം മുമ്പ് ഈ ദാറുൽ ഖുർആനിൽ വന്ന് പറഞ്ഞു, ഞാനും കുട്ടികളും വിരുന്നെന്നാൽ 2 ദിവസം ബാപ്പാക്ക് പ്രശ്നം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ ബാപ്പ അങ്ങനെ നോട്ടിയാൻ തുടങ്ങും. കറണ്ട് ബില്ല് കുറച്ച് ചെയ്തായിരുന്നു. എൻ്റെ കുട്ടികളാണ് കൂടുതൽ കറണ്ട് ഇടുന്നത്. മനസ്സിലായില്ല? ബാപ്പ മകളോട് എന്ത് പറയും? 2 ദിവസമൊക്കെ ബാപ്പാണ് അഡ്ജസ്റ്റ് ചെയ്യും. 3-ാം ദിവസം ബാപ്പ പറയൽ തുടങ്ങും. പിന്നെയും മക്കാണെങ്കിൽ പറയും കറണ്ട് ബില്ല് കുറച്ച് ചുറ്റും തരേണ്ടി കേട്ടോ, കുറച്ച് ദിവസം ചുറ്റും തരണം. അയാൾ പ്രേമിക്കണത് എന്തിനാണ്? പൈസ. അതേ സമയത്ത് 2 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ട് പുരയിൽ പോകാൻ നേരത്ത് ഒരു ബാപ്പ കാര്യം എന്ത്? എൻ്റെ കുട്ടിയാണെങ്കിൽ പോകുകയാണല്ലോ, എനിക്ക് സഹിക്കാൻ വയ്യ, പോകല്ല, നിർവാഹമില്ലാത്തതുകൊണ്ടല്ലേ. സത്യമാണോ? അല്ലേ? ഈ അതിരി എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രേമാണ് അതിൻ്റെ അടിസ്ഥാനം. അല്ലെ? അങ്ങനെ തന്നെയല്ലേ? അതാണ്
ചെറുതും അതിൽ വിട്ടതാണ്. അള്ളാന്റെ റസൂലിന്റെ കാര്യത്തിൽ ഭൗതികവാദികൾ പറയും, ആത്മീയവാദികൾക്ക് തോന്നേയില്ല. അതാണ് പറഞ്ഞത്, വഖദ് സാറ മിൻ തഹ്തി, എനിക്ക് പിറകെയും വരുന്നുണ്ട് വലീദുൻ ആൺകുട്ടികൾ, അഷ്മത്തു, അവർ അന്നത്തെ കാലത്തെ ജനങ്ങൾ അതിന് വിട്ടവരാണെന്ന് പറയുന്നവരായിരിക്കും. റസൂൽ അള്ളാഹിനോട് റസൂലിനുള്ള പ്രേമം ഒരിക്കലും ഇവിടെ അവസാനിക്കുകയില്ല, ഒരിക്കലും അവസാനിക്കില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.